ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമായിരുന്നു 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഏതൊരു ഇന്ത്യക്കാരനെ വിചാരണ കൂടാതെ തടവിലാക്കാനുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കിയിരുന്നു. ഈ റൗലക്ട് ആക്ടിനെതിരെ രാജ്യത്തെങ്ങും പ്രതിഷേധ അലയടിച്ചു. 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. സമരം കൂടുതൽ ശക്തമായി. പഞ്ചാബിലാണ് ഇത് കൂടുതൽ ശക്തമായത്. സെയ്ഫുദ്ദീൻ കിച്ലുവും ഡോക്ടർ സത്യപാലുമായിരുന്നു ഇതിൻ്റെ നേതാക്കൾ. ഏപ്രിൽ 10 ഇവർ അറസ്റ്റിലായി. ഇതിനെതിരെ 1919 ഏപ്രിൽ 13 അമൃത്സറിന് സമീപമുള്ള ജാലിയൻ വാലാബാഗിൽ 20,000-ഓളം ജനങ്ങൾ തടിച്ചുകൂടി. സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. വൈകാതെ രംഗം കലുഷിതമായി. പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ നിരായുധരായ ജനക്കൂട്ടത്തിന് മേൽ വെടിയുതിർത്തു. ക്ഷണനേരം കൊണ്ട് മൈതാനം ശവപ്പറമ്പായി മാറി. ഇന്ത്യ കണ്ട ഏറ്റവും രക്തരൂക്ഷിത സമരമായി ജാലിയൻ വാലാബാഗ് ചരിത്രത്തിൽ ഇന്നും നിലകൊള്ളുന്നു. ഇതേ തുടർന്ന് ടാഗോർ തൻ്റെ സർ പദവി ഉപേക്ഷിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു നരനായാട്ടായിരുന്നു ജാലിയൻ വാലാബാഗ്. സിഖുകാരുടെ വൈശാഖി ഉത്സവമായിരുന്നു അവിടെ നടന്നിരുന്നത്. ചുറ്റും മതിൽക്കെട്ടോടു കൂടിയൊരു മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. അപ്രതീക്ഷിതമായൊരു സംഭവമായിരുന്നു ഈ വെടിയുതിർക്കൽ. എല്ലാ വർഷവും ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനമായി ആചരിക്കുന്നു. ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ആളിക്കത്തിക്കാൻ ഈ സംഭവം കാരണമായി.